അല്ല കേട്ടോ പാകത്തിന് എരിവ ഞാൻ ഇന്ന് കഴിയാൻ പോകാം. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ കുറിച്ചൊന്നും വരും, പറയാൻ പറ്റില്ല. ഇതൊന്നും തുറക്കാം. അവിടെ വെച്ച കൈ അരച്ച് ഉപ്പാടാ ചേട്ടൻ കഴുകി കുടിക്കണമെന്ന് കാണട്ടെ. എന്നിട്ട് രാത്രി നെഞ്ചരിയോന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ചന്തി അടിച്ചു പൊട്ടിക്കും. ഇതിലേക്ക് ഇച്ചിരി വെള്ളം അടിച്ചിട്ടാ, അല്ലെങ്കിൽ ആ കപ്പയുടെ ഇത് വെച്ച് ഉണങ്ങിയിരിക്കും. ഇത് കുടിക്കാനുള്ള പ്ലാനിങ് ആണല്ലോ. ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത പണി കാണിക്കരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യണതാണോ? എടാ ഒരു 2 ഗ്ലാസ് പഞ്ചസാര കലക്കി വെക്കടാ. അവര് കണ്ടിട്ട് അത് നല്ല ഉറക്ക. ഇവൻ കാവലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വൈകിട്ട് കടയിൽ നിന്നൊക്കെ വന്നു. നമ്മള് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ സ്വാഗതം പറയാനായിട്ട് നമ്മുടെ ബാസ്കിമോനെ കൂട്ടാല്ലേ. ബാസ്കിമോനെ ഡാ ഇവിടെ നോക്കിയടാ. ഹായ് കൊടുക്ക. ഹായ്. ഇതാ ബൊമ്മാസിനെ അവിടെ ആട്ടെ കിടത്തിയേക്കുന്നത്. നല്ല ഉറക്ക. ഇവൻ കാവലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വൈകിട്ട് കടയിൽ നിന്നൊക്കെ വന്നു. നമ്മുടെ ബാസ്കി അവിടെ ഇരുന്ന് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ചേട്ടൻ ഭയങ്കര ബിസിയാണേ. ചേട്ടൻ അപ്പോൾ ദാ കാണാൻ മല കപ്പ വാങ്ങിച്ചോണ്ടാണ് വന്നതേ. അപ്പോൾ വൈകുന്നേരം എന്തുണ്ടാക്കണം എന്നുള്ള ആലോചന വന്നപ്പോൾ പഴം ഉണ്ടെന്നാൽ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം, അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നു. അപ്പം ഞാനാണെങ്കിൽ ചേട്ടൻ എന്നോട് പായസം കുടിക്കാൻ കൊതിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എങ്കിൽ പിന്നെ കടയിൽ നിന്ന് പാലെടുക്കാൻ പോയി സേമിയ മിക്സ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കടയിൽ പോയി സേമിയ മിക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പാല് കടയിൽ നിന്നെടുത്തു. കടയിൽ നിന്നെടുത്തു. കിസ്മിസും നട്ട്സും നമ്മൾ അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഇത് സേമിയ മിക്സ് വാങ്ങി. പിന്നെ ഇതാ ഒരു ഗീ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാല് ആയിട്ടോ സേമിയ മിക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ പഞ്ചസാര ഒക്കെ അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. സാധാരണ സേമിയ പായസത്തിൽ വരുന്ന പഞ്ചസാര മധുരം ഒക്കെ ആകാറില്ല. ആ കത്തിക്കും നോക്കിയാൽ. അപ്പോൾ എന്താണെന്നറിയില്ല, കുറേ നാളായി പായസം കുടിച്ചിട്ടേ. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ഫുഡാണ് പായസം. പാൽ, പ്രോട്ടീൻ വല്ലപ്പോഴൊക്കെ കുടിക്കണം. ഇവിടെ പിന്നെ ആർക്കും ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സേമിയ മിക്സാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നോക്കിയിട്ട് ഇനി ഇതൊരു ചെറുതീയിലൊരു 20 മിനിറ്റ്. ഇപ്പം തീ കൂടുതൽ എത്ര സമയം നോക്കാം. 8:30. അതിപ്പോഴല്ല, അത് വറുത്തിടാനാ. അല്ലല്ല, അത് ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. അപ്പം സേമിയ മിക്സിനകത്ത് ഏലക്കയൊക്കെ ഉണ്ട്. ഏലക്കയൊക്കെ പൊങ്ങി നിൽക്കുന്നത്. കട്ട പിടിച്ചില്ല ചേട്ടാ. കട്ട പിടിച്ച് അതിനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു 20 മിനിറ്റ്. അപ്പോൾ പായസം വാങ്ങിച്ചോണ്ടെന്നപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് ചോദിച്ചു എന്നാ വിശേഷം, ആരുടെ ബർത്ത്ഡേ എന്നൊക്കെ. അപ്പോൾ നമുക്കത് കഴിക്കാൻ കൊതി ആയതുകൊണ്ട് അതിനകത്ത് കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഉണ്ട്. പക്ഷെ അത് പോരാ. പായസത്തിൽ നിറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചൊക്കെ എടുക്കാമെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇച്ചിരി നെയ്യിൽ കിസ്മിസും കാഷ്യൂ നട്ടൊക്കെ വറുത്ത് കോരിയിട്ട് അതങ്ങ് ചേർക്കണം അല്ലേ? അല്ല ചേട്ടാ, നെയ്യിൽ കിസ്മിസും കാഷ്യൂ നട്ടും വറക്കണം. എന്നിട്ട് ആ നെയ്യോട് കൂടി അങ്ങനെ ഒഴിക്കണം ലാസ്റ്റ്. അത് ടേസ്റ്റ്. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കുറച്ചുകൂടെ. 20 മിനിറ്റ് ഇത് വേവണം. ചേട്ടൻ തന്നെ 8 എടുക്കുവാണോ? എന്താ ഈ ലൈസൻസിന് ചെല്ലുമ്പോൾ 8 അടപ്പിക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ പാത്രത്തിൽ കൂടെ നമ്മൾ 8 ഒഴിച്ചു കൊടുക്കണേ. ഉണ്ടോ?
ഞാനെടുത്തിട്ടില്ല ചേട്ടന്. എച്ച് വെട്ടും ഒന്നും ഞാനെടുത്തിട്ടില്ല. ആ ചേട്ടൻ്റെ ലൈസൻസ് കേട്ടാ കൂട്ടോ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു എച്ച് വെട്ടൊക്കെ എടുത്തില്ല എന്ന്. അന്നില്ലായിരുന്നു. അന്നില്ലായിരുന്നു. പിന്നല്ലോ വന്നതോ? ആണോ? പിന്നെ അന്നത്തെ കാലത്ത് പിന്നെ എന്നായിരുന്നു? ഓടിച്ചാൽ മതിയായിരുന്നോ? അതുള്ള ഒഴിച്ച് ഈ അടപ്പിലേക്ക് വെക്കുക. ഇളക്കി വരുമ്പോഴത്തേക്ക് അടപ്പില വെള്ളോളൂ. ഈ അടപ്പിലേക്ക് ഞാൻ തീ കത്തിച്ചേരാം. അത് വാഴയ്ക്ക. ഇവിടെ ഇറച്ചി മീനുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. പക്ഷേ ഇവിടെ വാഴയ്ക്ക കോവയ്ക്കൊക്കെ ആണെങ്കിൽ ആരും തിന്നില്ല. ഞാൻ വാഴയ്ക്ക അച്ചാറും കുട്ടിയാണ് ഞാൻ ചോറുണ്ട്. എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും തിന്നും. എല്ലാവരും ഇവിടെ ചേട്ടനൊന്നും തിന്നോട്ടോ. അമ്മച്ചിക്ക് പറ്റത്തില്ല. അമ്മച്ചിക്ക് ഇപ്പോൾ ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കിൽ തിന്നുള്ളൂ. ഞാൻ കത്തിച്ചേരാം. ഇപ്പം കത്തും. പുലർവെയിലും നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? അല്ല ഈ സാധനം വെള്ളമെല്ലാം തിളച്ച് താഴെ ചാടും. അതുകൊണ്ടാണ് പറഞ്ഞത്. നീ എൻ്റെ പ്രാർത്ഥന കേട്ടോ, നീ എൻ്റെ അത് മതി. മാനസം കണ്ടോ. ശരിക്കും ഫിറ്റാക്കി വെച്ചാലേ. ഒരു കുക്കർ വാങ്ങണേന്. ഇവിടെ ഇരിക്കണ വലിയ കുക്കറല്ലേ, ചെറിയ കുക്കറാണെങ്കിൽ പെട്ടെന്നെല്ലാം ഉണ്ടാക്കാം. എത്രയോ ഇവിടെ ഇരിക്കണതോ? ആ അത് ശരിയാ. എവിടെ കഞ്ഞിവെള്ളം ചാടിയിട്ടില്ല. ഞാനാ കഞ്ഞി വാർത്തെ. പുലർവെയിലും പകൽ മൂക്കിലും. എനിക്ക് സേമിയ വെന്ത് പോണതും ഇഷ്ടമല്ല, കുറുകി പോണതും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ പായസം ഇളക്കി 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 വരട്ടെ. ഇവിടെ മറ്റേ സംഭവം ഇരിക്കുന്നു. രാവിലെ എല്ലാം ഉണ്ടാക്കിയിട്ട് പോയതിൻ്റെ ഒക്കെ ഇരിക്കുന്നതാണ്. എൻ്റെ സ്റ്റൗ നോക്കൂ എന്നാരും പറയണ്ടായിരുന്നു. നമ്മളെല്ലാം കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ തുടച്ച് വൃത്തിയാക്കും. പിന്നെ വെച്ചാൽ കറിയൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് അതെല്ലാം കോരി എടുക്കും. ഇവിടെ വേറെ ആരും ഇതൊന്നും ചെയ്യൂല. ഒന്നും ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേണം ഇതൊക്കെ തന്നെ ചെയ്യാൻ. അപ്പം ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ പായസത്തിൻ്റെ ജോലി കഴിഞ്ഞിട്ടാ. ഇനി ഇടണ്ട, അത് കരിയും. അങ്ങനെയല്ല, എടുത്തിടാം. ചരിച്ചങ്ങ് ചാടിച്ചാൽ മതി. ആ ഇതോടുകൂടി അങ്ങനെ നമ്മുടെ പായസം എന്ത് കോമ്പോയാണെന്നൊന്നും എനിക്കറിയത്തില്ല. കപ്പയും മുളക് കുറച്ച് വറുത്തതും കാന്താരിമുളക് ചമ്മന്തിയും പായസം. അയലയും മത്തിക്കറി എന്ന് പറയണം. അതെല്ലാം അലുവയും ഞാൻ അലുവയും മത്തിക്കറിയും തിന്നു നോക്കിയതാ ചേട്ടാ. ഒരു കോമ്പിനേഷൻ ഞാനൊരു ദിവസം തിന്നതാ. നമ്മളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ. എങ്ങനെയുണ്ട്? ചേട്ടൻ പാല് കുടിക്കൂല, പക്ഷെ പായസം ആക്കി കൊടുത്താൽ ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കും. അല്ല പായസം കുടിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ട് ചേട്ടൻ പായസം കുടിച്ചിട്ടുണ്ട്. ഈ ചേട്ടനൊരു പാവ. നമ്മളിപ്പോൾ കുറച്ച് കപ്പയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി പിന്നെ കാന്താരിമുളകും കൂടെ കൂടിയിട്ട് ചമ്മന്തി ആക്കാൻ പോവാണേ. നീ കറക്റ്റായിട്ട് വീഡിയോ പിടിക്കണം. ആൻസ് വീഡിയോ പിടിക്കണ ക്യാൻസ് മൊബൈലിലായിരിക്കില്ല നോക്കണം, അല്ലാതെ നോക്കും. അപ്പോൾ മൊബൈൽ അവിടെ പോകുന്നവനെ അറിയില്ല. അങ്ങോട്ട് പിടി. ഉള്ളിലേക്ക് പിടിക്കണ്ടേ, അല്ലാണ്ട് ഉള്ളിത്തൊണ്ടിലേക്കല്ല. ഉള്ളിത്തൊണ്ട് പിടിക്കല്ലേ. വാഴയ്ക്കക്കറിയൊക്കെ ഇത് എൻ്റെ ഒരു കുഞ്ഞു മുറ. ഇതിനകത്താണ് ഞാൻ എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഉള്ള വാഴയ്ക്കക്കറിയൊക്കെ പിടിക്കും. പഠിക്കുന്നു.
കുറേ നാളായി നമ്മളിങ്ങനെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഒന്നിന് സമയം കിട്ടാറില്ലെന്നേ, അതാണ് കുഴപ്പം. എന്താണെന്നറിയില്ല, എനിക്കിവിടെ നിൽക്കുന്ന സമയമൊന്നും കിട്ടാറില്ല. എന്നാന്ന് എനിക്ക് അറിയാൻ പാടില്ല. സമയത്തിനൊക്കെ ഇത്രയും മൂല്യമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ഉള്ളി അങ്ങനെ ലാവണ്ടർ കളറിൻ്റെ സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. ഉള്ളിയുടെ കളർ എനിക്ക് ഭയങ്കരമായ ഇഷ്ടമുള്ള ഒന്ന്. ഇപ്പം നമുക്ക് കഴുകി എടുത്തുകൊണ്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോയി. ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞു ഉള്ളി എടുത്താൽ കഴുകാറില്ലെന്ന്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഒന്നും കാണിക്കൂല. ഇപ്പോൾ പകുതി ഇപ്പോൾ ഉള്ളി അരിയണ കാണിക്കും, ഉള്ളി തൊലി പൊളിക്കണ കാണിക്കും, പിന്നെ ചിലപ്പോൾ ഉള്ളി അരിയണമായിരിക്കും കാണുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വെള്ളം എടുത്ത് വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അരിയാറുണ്ട്. അപ്പോൾ അരിയുമ്പോൾ നമുക്ക് കണ്ണ് നീറില്ല. ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അരിയേണ്ട കാര്യമില്ല, മിക്സിയുടെ ജാറിലേക്ക് ഇടാം. കൈ കഴുകിയതാണോ? നീ എന്നാ തിന്നേ? പഴോ? അതിന് പാത്രം എന്തിനാ കഴുകണേ? നീ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ? ഈ കപ്പ വെന്ത് പോകട്ടോ ചേട്ടാ, അവിഞ്ഞു പോകും. ഉള്ളി തട്ടി വറക്കില്ല, ഉള്ളി എടുത്തോണ്ട് പോകും. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ തുറക്കാൻ പോവാണ് കേട്ടോ. ഹാപ്പോട്ടും ഓട്ടും ഓട്ടും ആ കറക്റ്റ് വേവാ, ധാരാളം. ഇതൊക്കെ നിസാരം, നമ്മൾ ഓരോരുത്തരും എടുക്കുമ്പോൾ ഇത് തീർന്നോളൂ. അതിനകത്തേക്ക് കാന്താരി മുളക് ഇടണടാ. ആ ഇവൻ എന്നാ പോട്ടനാ, അന്നാൾ കൊണ്ടുവന്ന് കാന്താരി മുളക് എവിടെ ഇട്ടേക്കണേ? വണ്ടിക്കകത്തോ? ചേട്ടൻ പറഞ്ഞു വണ്ടിക്കകത്തുനിന്ന്. ഇതെന്നാ ഈ ഫ്രിഡ്ജിനകത്ത് കറണ്ട് ഇല്ലാത്ത? എടുക്കടാ അച്ഛാ. യെസ്, അതെന്നേ ആദ്യം തെളിഞ്ഞ് അപ്പം അത് നേരെ ഇടുവല്ല, കഴുകണം. ആ ഇതെന്തുവാടാ, അവനൊന്നും അറിയാൻ പാടില്ല. ഇപ്പം ഇട്ടാന്നെ പോയി. ആ വെള്ളപ്പാത്രം എടുത്തോണ്ട് വന്നേടാ. നമ്മളിന്നാള് വാഴത്തോട്ടത്തിൽ പോയപ്പോൾ പറിച്ചോണ്ട് വന്നതാണ് കേട്ടോ. 10 വേണം. ഉള്ളി അത്ര ഉണ്ട്, നോക്കിയിട്ട് വാ. അപ്പോൾ ഉള്ളി നോക്കാൻ പോകുന്ന ചേട്ടനെ എല്ലാവരും കണ്ടോളൂ. എരിഞ്ഞിട്ട് അണ്ടം കത്തും. ഇതടച്ച് ഫ്രിഡ്ജ് വെച്ചാലേ. അത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കും. ഞാൻ ഇതോടുകൂടി അരച്ചോട്ടെ നെട്ട്. ചില നെട്ടൊക്കെ ഊരിപ്പോന്ന് പഴമായതുകൊണ്ട്. കൈ പോകയും സത്യത്തില്. നീ തൊടണ്ട. ചുവന്ന മുളകല്ലേ? ചുവന്ന മുളക്. അത് കളഞ്ഞേരി വെള്ളം. ഇച്ചിരി ഉപ്പെടുക്കട്ടെ. ഉപ്പിടാൻ അറിയാൻ പാടില്ല. ഇത്ര ഉപ്പ് മതിയോ ചേട്ടാ? ഇത്ര പോരെ? ഞാൻ ചമ്മന്തിയിൽ എന്നും ഉപ്പിട്ടാലും കൂടിപ്പോകും. അപ്പം ഇത് ഒത്തിരി അങ്ങ് കിടന്ന ഒടിച്ചു കളയില്ലേ. അടഞ്ഞോ? അടഞ്ഞില്ലെങ്കിൽ ആ സാധനം പൊങ്ങി. ഒത്തിരി അടിക്കണ്ട. അതരയണം, മറ്റേ ഉള്ളി അരയണം. ഉള്ളി അരച്ചില്ല. അത് മതിയായിരിക്കും, അരഞ്ഞു. അത് മതി, അങ്ങ് അവിഞ്ഞാലും കൊള്ളൂല. അത് നിർത്തിയിട്ട് ഊര്, അവിടെ നിർത്താം. അല്ല ഇതിങ്ങനെ ധാരാളം മതി ചേട്ടാ. ഊര
ആ വെള്ള പാത്രം എടുത്തോണ്ട് ഒരു വന്നെടാ. പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് എടാ, നീ എടുക്കും ചെയ്യാം. വെള്ള പാത്രം കഴുകിയിട്ട് കൊണ്ടുപോ. കളയാൻ വേണ്ട ഒരു സ്പൂൺ കൊണ്ട് എടുക്കും. എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി. ആവും പിന്നെ എടുക്കുക, പിന്നെ ഉപയോഗിക്കുക. ഇപ്പം അപ്പം തീരില്ല. ഇത് എന്തുകൊണ്ടെന്നറിയോ? ശരിയാ, നമുക്ക് ആവശ്യമുള്ള സ്പൂണിന് കോരി എടുത്താൽ പോരെ? മതി. ചെറിയ സ്പൂൺ. ഒരു സ്പൂൺ എടുത്തോണ്ട് വന്നടാ. ആ വെളിച്ചെണ്ണയുടെ ചട്ടിയില മിക്സ് ചെയ്താൽ മതി അല്ലേ? ഇതിനകത്ത് ആ വെളിച്ചെണ്ണ ഇച്ചിരി എടുത്തോണ്ട് വന്നപ്പാ. വേണ്ട വേണ്ട, അത് എടുത്തോണ്ട് വരാലോ. അത് വരാം. എൻ്റെ കൈ നിറച്ച് ഉപ്പ. ഓ എരിഞ്ഞ അണ്ടം കത്തും ചേട്ടൻ്റെ പൊണ്ണോ. മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചേ. അപ്പോൾ കറക്റ്റ് ബിജുവേന. ചുവന്നുള്ളിക്ക് നല്ല ടേസ്റ്റാ. കപ്പയ്ക്ക് ഏറ്റവും സൂപ്പർ. ചുവന്നുള്ളിയാണ് നമ്മൾ സാധാരണ ഈ ചമ്മന്തി അരക്കണേ. ഇറച്ചിയിലൊക്കെ ഇടണ ചുവന്നുള്ളിയാണ് ശരിക്കും ടേസ്റ്റ്. സവാളയേക്കാളും നല്ല ഈ ഒരിക്കൽ എടുക്കാൻ പാടായതുകൊണ്ടല്ലേ നമ്മൾ ഈ സവാള എടുക്കണേ. ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ കണ്ടീഷനാ. ചിക്കൻ പൊരിയാനുണ്ട് കേട്ടോ, ചിക്കൻ അരിയാനുണ്ട്. വേണ്ട, അത് മതി. ഒരു 2 കറങ്ങി കഴിഞ്ഞാൽ ഉണ്ടോ. പച്ചക്കാന്താരി ആണെങ്കിൽ നല്ല പച്ചക്കളറിൽ ഇടുന്നതാണ്. ഈ വെള്ളം കലക്കി കുടിക്കണം. അതെന്തിനാ ഇത് കുടിക്കണം, നല്ല ഇരിഞ്ഞിട്ടോ ജീവൻ പോകൂല. എന്നാ ചേട്ടൻ കലക്കി കുടിച്ചോ. ചൂട് കാലത്ത് ഇത് നമ്മൾ കടല ഇത് കൊടുക്കുന്നില്ലേ, മുളക് ഇട്ട് നാരങ്ങൾ കൊടുക്കണില്ലേ, അത് തന്നെ ഇത്. ഇച്ചിരി സോഡ ഉണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, ഒരു കുപ്പി സോഡ കൊണ്ട് തരുവോ? ഞാൻ പറയട്ടെ, നമ്മൾ അതിൻ്റെ അകത്ത് പലതും വേറെ പലതും കൂട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഉള്ളിയും ഈ ഉപ്പും ഇത് മാത്രമേ ഉള്ളൂ, കാന്താരിയല്ലേ ഉള്ളൂ. അവിടെ ജാതിക്കായുണ്ട്, നെല്ലിക്കായുണ്ട്, കരിയാപ്പിലുണ്ട്, പിന്നെ എന്നാ ഇഞ്ചിയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇതെല്ലാം ഒത്തിരി സാധനങ്ങൾ കൂട്ടിയല്ലേ. അപ്പോൾ എന്നാ ഇരുവ? ഇതിപ്പോൾ കാന്താരിമുളക് മാത്രമേ ഉള്ളൂ, വെളുത്തുള്ളി നമ്മുടെ സാധാ ചെറിയ ഉള്ളിയുള്ളൂ. ചെറിയ ഉള്ളി അവിടെ ഇല്ല, ഇടില്ല. അപ്പോൾ ഈ വെള്ളം കളിക്കാൻ നല്ല വേനൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഇത് കളിക്ക് തൈര് ഉണ്ടാക്കി തൈര് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ലസ്സി അടിക്കണം. തൈര് സംഭാരം വേണ്ട, കടിക്കുവാ. ചൊറിയുവാ, മൂക്കൊക്കെ ചൊറിയുവാ. വേണ്ട. ഇപ്പൊ പായസം ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് സംഭാരം കുടിക്കുവല്ല. എണ്ണ കൊടുക്ക. അവനൊഴിക്കണ്ട, ചേട്ടൻ തന്നെ ഒഴിച്ചു. നിന്നെ ചേട്ടൻ പൂച്ചമുള്ളും പോലെ. എണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്നാ വില? ഒത്തിരി എണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ ഈ എണ്ണ മഴയാണ്. എരിവ് കുറയും നേരം. എന്നാലും വേണ്ട, ഉള്ളി ഇങ്ങനെ എടുത്ത് തിന്നണം. ചിലരൊക്കെ ഉള്ളി അധികം അരിയാതെ ഇങ്ങനെ അരിയാതെ. ഈ ചേട്ടൻ എന്നെ മുഖം കൊണ്ട് ഗോഷ്ട് കാണിക്കണേന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. എന്തുവാ ചേട്ടാ? അല്ല കേട്ടോ, പാകത്തിന് എരിവ. ഞാൻ ഇന്ന് കഴിയാൻ പോവാം. ചിലപ്പോൾ ഇത് കവിയെ ഞാൻ ചിലപ്പോൾ കുടിച്ചൊന്നും വരും, പറയാൻ പറ്റില്ല. ഇതൊന്നും തുറക്കാം. അവിടെ വെച്ചാൽ കൈ അരച്ച് ഉപ്പാടാ. ചേട്ടൻ കഴുകി കുടിക്കണമെന്ന് കാട്ടെ. എന്നിട്ട് രാത്രി നെഞ്ചരിയോന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ചന്തി അടിച്ചു കുടിക്കും. ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാ, അല്ലെങ്കിൽ ആ കപ്പയുടെ ഇത് വെച്ച് ഉണങ്ങിയിരിക്കും. ഇത് കുടിക്കാനുള്ള പ്ലാനിങ് ആണല്ലോ. ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യണതാണോ? എടാ, ഒരു 2 ഗ്ലാസ് പഞ്ചസാര കലക്കി വെക്കടാ. അവര് കണ്ടിട്ട് അത് സ്ക്വാഷ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. കുടിച്ചാൽ നാളെ ചെറുക്ക തൂറ്റും പിടിച്ച് കിടക്കുന്നു. ചേട്ടൻ നാരങ്ങ പിഴിയാനുള്ള ലക്ഷണം കാണുന്നുണ്ടോ? യെസ്, എനിക്കത് തോന്നി. എനിക്ക് പായസം കുടിക്കാനുള്ളതാണ്. ഇതെല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ ഞാൻ ഒന്നും നടക്കൂല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പായസമൊക്കെ കുടിച്ച്, പഴമുണ്ട്, അപ്പോൾ ഇച്ചിരി പായസവും പഴവും പപ്പടം ഉണ്ടായിരുന്നു, ഇച്ചിരി പപ്പടവും കൂടെ കൂടിയിട്ടൊക്കെ കുഴച്ച് തിന്നിട്ട് കിടക്കാറുന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ നാരങ്ങ മുറിക്കുന്നുണ്ട്.
എന്നതാ? നോട്ട് ഫോട്ടോ, ഓൺലി വീഡിയോ, ബിക്കോസ് വി ആർ യൂട്യൂബേഴ്സ്. ബിന്ദുസ് ഡ്രീംസിലെ ബിന്ദുവിൻ്റെ ഡ്രീം ഒരിക്കലും ആകാതിരുന്നൊരു മനുഷ്യനായത്. എൻ്റെ ഡ്രീംസിൽ ഒരിക്കലും ഒരു ഭർത്താവ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഡ്രീംസിൽ ഉണ്ടായിരുന്നത് ഒരു വീടായിരുന്നു എപ്പോഴും. പിന്നെ സമാധാനമായ ഉറക്കം. എൻ്റെ ഡ്രീംസിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അതായിരുന്നു. സമാധാനപൂർവമായി ഉറങ്ങാൻ കഴിയുക എന്നുള്ളത്. ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണില്ല കേട്ടോ ചേട്ടാ. അതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട് ചേട്ടാ. ഉപ്പെല്ലാം ഉപ്പ് ഒത്തിരി എടുത്താക്കരുത്. ഉപ്പ് ഒത്തിരി എടുക്കരുതെന്നാ. ഉറങ്ങാൻ പറ്റുന്നുണ്ട്, പക്ഷെ സമാധാനം ഇല്ലാന്ന്. 4:30 ആകുമ്പോഴത്തോട്ട് അലാറം അടിച്ചു തുടങ്ങും. പിന്നെ അങ്ങനെ ഒന്ന് സമാധാനത്തിൽ ഉറങ്ങും. അല്ല, എനിക്കിങ്ങനെ ഒരു 10 മണി വരെയൊക്കെ സമാധാനപൂർണ്ണമായിട്ട് ഉറങ്ങണം. എന്നാ രസമായിരുന്നു. എന്നാ ചാലക്കുടിക്ക് പോണേന്നാ പറഞ്ഞ? അപ്പൊ അന്ന് വേണം ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ. ടിങ് 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 ടിങ്. എനിക്ക് 5 ദിവസം അർവാദിക്കാനുള്ളതാ. എനിക്ക് 5 ദിവസം അർവാദിക്കാനുള്ള. ജോർജ് പൊട്ടിച്ചേട്ടന് സ്പെഷ്യലായിട്ട് താങ്ക്സ്. ചേട്ടനെ പൊക്കിക്കൊണ്ട് 5 ദിവസത്തേക്ക് പോകും. 5 ദിവസത്തേക്ക് പോയാൽ എനിക്ക് 5 ദിവസത്തേക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. സുഖമായിട്ട് തോന്നുമ്പോൾ എനിക്ക് ചേട്ടൻ നോക്കണം. നോട്ടം നോക്കി ഞാൻ ദിവസം വരാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ ചേട്ടൻ കാന്താരിയും പരീക്ഷയുള്ള പോയാണേ. ഇഷ്ടപ്പെട്ടാ? അവന് പൊതി കിട്ടു കേട്ടോ. പിന്നെ എന്തായാലും പറ്റും. ഇല്ലേ? നല്ലാട്ടാ, നല്ലതാ. വയറിളക്കം പിടിക്കുക. അതൊന്നെടുത്ത് ഞാനെടുത്ത് ചുമ്മാ മുളക് കലക്കി കുടിക്കാനാന്ന്. ചേട്ടനല്ലോ അറിഞ്ഞു മുളകിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുടിക്കാൻ പോവാന്നാ. എനിക്ക് കൊടുക്കണം. വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇത് കുടിച്ചില്ല എന്ന് പറയും. നല്ലതാ, സൂപ്പറാ ചേട്ടാ, സൂപ്പറാ. സോഡയും കൂടെ വരും. ഉപ്പും സോഡയും മുളകും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സുഖം. അതിനകത്ത് എരിവൊന്നുമില്ലല്ലോ. ജാതിക്കായുണ്ട്. വയറിന് നല്ലതാ. അത് വേനൽക്കാലത്ത് ഏറ്റവും നല്ലതായിരിക്കും ശരീരത്തിന്. ചെറിയ ഗ്ലാസ്സായതുകൊണ്ട് വലിയ ഗ്ലാസ് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നു. ഇച്ചിരി വെള്ളം കൂടെ വേണം. ഇത് നമ്മൾ 3-4 പ്രാവശ്യം വെള്ളം വെച്ചിട്ട് അപ്പം അതിന്റെ ടേസ്റ്റ് മാറും. അപ്പൊ അതുകൊണ്ടാണ് എന്തായിരുന്നു പെർഫോമൻസ്. എന്തായിരുന്നു? അങ്ങ് പുച്ഛിക്ക് വളർന്നു. കൊച്ചിന് നാളെ പരീക്ഷയുണ്ട്, പഠിക്കാനുണ്ട്. നാളെ രാവിലെ എങ്ങനെയാണെന്നറിയാമോ? നീ എന്നാത്ര അത് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ പഴം എടുത്ത് തിന്നണ? നിനക്ക് എരിയണ്ടാടാ. എരിവുണ്ട്, പക്ഷെ ഇത് നമ്മുടെ കുറിച്ചിയൊക്കെ സെറ്റാക്കിട്ടോ. അങ്ങനെ നമ്മുടെ എന്ത് ചേട്ടാ കപ്പ എൻ്റെ രാവിലത്തെ വാഴയ്ക്ക. അതെന്തിനാ? ഞാൻ രാവിലത്തെ വാഴയ്ക്ക കൂടില്ല. ഞാൻ ചുമ്മാ വെള്ളത്ത് ചേട്ടാ, വലിയ ടേസ്റ്റ് ഒന്നും കാണൂല. നല്ലതാണോ? നല്ല ഒരു കുഴപ്പമില്ല. ഞാനൊക്കെ കൊള്ളൂലെന്ന് പറയുന്നു. നല്ലതാണോ? ശരിക്കും ശരിക്കും പറഞ്ഞല്ല. പിന്നെ ഒരു കാര്യമല്ലേ, ചെറുതാക്കിയാന്നല്ല ഞാൻ കുറ്റം പറഞ്ഞ കേട്ടോ. കറി വെച്ചോ ഓക്കെ ഉണ്ടോ? ഭക്ഷണം ചെറുതാക്കണം. ഒരു വാഴക്ക എടുക്കാം. പറഞ്ഞു തന്നെ കുഴപ്പമുണ്ടോ? വഴക്കുണ്ടോ? വഴക്കുള്ളോ? എന്തിനാ ഇത് പറഞ്ഞോട്ടെ? ഞാനെല്ലാത്തിനും വഴക്കൂടുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും. ചേട്ടൻ കൊള്ളാലോ. എന്റെ ഇമേജ് ഒരു വാഴക്ക 4 ആക്കുക. എന്നിട്ട് അപ്പൊ ഇത് 2 ആക്കിക്കണേ. അല്ല
രണ്ടല്ല, അല്ല നാലല്ല. നാലാണെങ്കിൽ ഇതിനേക്കാൾ ചെറുതേ വരുള്ളൂ. ആ ഞാൻ ഓർക്കണില്ല. ഞാൻ കാണിച്ചു അങ്ങോട്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ചേട്ടന്റെ വാഴക്കൊല. ഇത് വാങ്ങിക്കാം. നമ്മൾ തോരൊക്കെ കളഞ്ഞില്ല. അത് പഴാത് സമ്മതിച്ചോ? പച്ചക്കായ എടുത്തോരണം കാണിച്ചെന്നാ മതി അരിഞ്ഞ. അരിയണോ? ആ വീഡിയോയ്ക്ക് വേണ്ടി ഡെമോൺസ്ട്രേഷൻ ചെയ്യുമല്ലേ. ഇങ്ങോട്ട് വന്നാ അത് ഇവിടെ കളയി വേസ്റ്റ് ബിന്നിലേക്ക്. അത് കേട്ടോ ഇത് പഴാട്ടോ. നമ്മൾ ആദ്യമേ ചെയ്യണ്ടേ? അങ്ങനെ അത് വേണം. ഇങ്ങനെ തീക്കണം ചെത്തുക. ഇങ്ങനെ കളഞ്ഞിട്ട് കാണിച്ചോളൂ. ഞാൻ കാണിച്ചു തരാം. ഒന്നോ വന്നിട്ടുണ്ടല്ലോ. ഒത്തിരി നീളം കൂട്ടരുത്. ഞാനിങ്ങനെ തന്നെ എടുത്ത നീളം കൂട്ടരുത്. നീളം കൂട്ടരുത്. ഇങ്ങനെ വേണം. ഞാൻ നീളം കൂട്ടും. നീ ഉണ്ടോ? ഇത് നമ്മളുണ്ടല്ലോ ഇച്ചിരി കൂടെ കുഴഞ്ഞു വരും. നീ കൂട്ടിയത് എങ്ങനെ? ചേട്ടന് കുഴയണ വാഴയ്ക്കാണ് ഇഷ്ടം. കുഴയല്ല, ഒരു ഇച്ചിരി കൂടെ ഒരു ഇത് വരും. നീ ഇങ്ങനെ ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്ത് ഇത്ര വലുതായി. അത് പാടില്ല. ഇത് രണ്ടാക്കണം. രണ്ടാക്കുമ്പോഴോ കറി വെക്കുമ്പോഴോ നല്ല ഇത് ഞാൻ കേട്ടുപഠിക്കുന്ന പുതിയ ഷെഫ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇത് നമ്മൾ മുറിച്ചപ്പോഴേ എരിവൊക്കെ കറക്റ്റ് അല്ലേ? സംഗതി കണ്ടീഷനാ. മുറിക്കുമ്പോൾ ചെറുതാക്കി മുറിച്ചാൽ മതി. നാളേക്ക് നമ്മുടെ പായസം അവിടെ കറക്റ്റ് ഇതിലായിട്ടാണ്. നമുക്ക് കപ്പയും കാന്താരിയൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് പായസം ആ സ്പൂൺ മാറ്റാം. നമുക്ക് എല്ലാം കഴിഞ്ഞ് പായസമൊക്കെ തിന്നിട്ട് സുന്ദരമായിട്ട് തിന്നാം കേട്ടോ. പാവം ചേട്ടൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോവിക്കാറുണ്ട് ചുമ്മാ രസത്തിന്. തിരികടയോ? നമുക്കിതെല്ലാം എടുത്ത് ഇങ്ങോട്ട് പകരാം. എൻ്റെ ഐശ്വര്യമുള്ള മുഖം അധികം വരാത്ത വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് ഇവരൊക്കെ ഇവിടെ സ്റ്റാറായിട്ട് നിൽക്കട്ടെ. ചേട്ടനാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് വീഡിയോയിലൊക്കെ നിന്നോളൂ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ ഞാനാണെങ്കിൽ എപ്പോഴും പരാതില്ല. ചേട്ടൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാനില്ല, ഒന്നില്ല. ഞാൻ ചേട്ടൻ നീ പറയുമ്പോഴൊക്കെ ഞാൻ വരണില്ലേ? ചേട്ടൻ വിഷമത്തിലാണ് പറയണേ. നീ പറയുമ്പോഴൊക്കെ എല്ലാത്തിലും വരണില്ലേ? ആ ഫോണും കൂടെ എടുത്തോളാവോ? പ്ലേറ്റ് വേണ്ടേ നമുക്ക് കഴിക്കാൻ? കുഞ്ഞാൻസിൻ്റെ പ്ലേറ്റ്. ആരെങ്കിലൊക്കെ ഈ പ്ലേറ്റ് ഒന്ന് എടുക്കാൻ വരുമോ? എനിക്കെന്തോ ഞാൻ പണ്ട് വലിയൊരു പ്ലേറ്റ് എപ്പോഴും. ഇതും പിടിച്ചോ, ഇത് പിടിച്ചോ. പോടാ അവൻ്റെ ഒരു കുണുക്ക് കൺമണിയേ, കുണുക്ക് വിട്ടു തരാം, മാടപ്പം പിട പോലെ കുണുക്ക് വിട്ടു തരാം. അതിനാ ഒച്ചാക്കണേ, കുപ്പിയിൽ നിന്നുള്ള സൗണ്ടാ. അപ്പോൾ വിളമ്പിക്കോ. ബാഗൊന്ന് മാറ്റട്ടെ. രണ്ടെണ്ണം മതിടാ, എനിക്ക് പായസം കുടിക്കണടാ. ഇന്നത്തെ സ്പെഷ്യൽ ശരിക്കും പായസവാ. നീ മുളകൊക്കെ തിന്നോടാ? അത് മതിയോ ചേട്ടാ? ഞാനിവിടെ വായി നോക്കി ഇരിക്കുമല്ലോ. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. മുളകൊക്കെ തിന്ന് എല്ലാവർക്കും നെഞ്ചരിച്ചിലുണ്ടായാൽ കുടിക്കണ്ടേ? ചീനി കൂട്ടുവാണെങ്കിൽ എന്താ നോക്കാം.
എന്തോ വീഡിയോയ്ക്കകത്ത് കോപ്പിറൈറ്റ് വരാനാ? ആ എന്നാ വേണ്ട. എന്നാ അമ്മച്ച വരുന്നില്ലടാ, എന്നെ വിളിച്ചാൽ വരുമോന്നറിയാം. അമ്മച്ചിനെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ക്ഷണിച്ചൊക്കെ കൊണ്ടുപോകണം. അമ്മച്ചി ആ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. എന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും കാണാം. അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. വളരെ വെരി വെരി ഗസ്റ്റ് മോളാണത്. എന്താ ഗസ്റ്റ് മോൾ പോയി പോകുന്നുണ്ട്. സ്പെഷ്യൽ ചീഫ് ഗസ്റ്റ് മിസ്സസ് എലിയമ്മ ചാക്കോ. ഒന്നും കുഴപ്പമില്ല. ബ്യൂട്ടിഫുൾ കൺമണി. പായസമൊക്കെ കുടിച്ചതാ ഞാൻ തീർന്നു. ചേട്ടൻ്റെ പാത്രം കാലി. എന്നാലും കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുടിക്കുന്നുണ്ട്. ചേട്ടൻ്റെ നോക്കിയിരിക്കുന്ന നോക്കിയിരിക്കാം. ഞാൻ ഗ്ലാസ്സിൽ അവസാനത്തെ തുള്ളിയും കുടിക്കുക. എനിക്കൊരു ഏലക്ക കിട്ടിയായിരുന്നു. ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഏലക്കയോ? മീശയൊക്കെ വന്നിരിക്കണം. ഒരു മനുഷ്യൻ മിണ്ടിയില്ല. പ്രീതി ഷാജി എൻ്റെ പേര് വായിച്ചില്ല. കമൻറ്റ് വന്നാ? ഞാൻ ഒരു വീഡിയോയിൽ കമൻറ്റാണ് വായിച്ചത്, എല്ലാ വീഡിയോയിലൂടെ അല്ല. അതുകൊണ്ടായിരിക്കും ആ പേര് കാണാതെ പോയത് കേട്ടോ. അടുത്ത പ്രാവശ്യം അല്ല, നമ്മളിപ്പോൾ വായിച്ചു പ്രീതി ഷാജി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കുവാണ്. ചേട്ടൻ ഭയങ്കര ഗൂഢമായ ആലോചനയിലാണ്. അപ്പോൾ ചേട്ടനെ കാണാനും കൂടി താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ കണ്ടു. ചേട്ടനെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഇങ്ങനെ കമൻ്റൊക്കെ ഇടുന്നത്. വീഡിയോയിലൂടെ കാണുമ്പോൾ ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണ്. 2 ദിവസം ഒന്ന് കൂടെ വന്ന് നിൽക്കും, വെറുത്ത് പോകും. ചുമ്മാ പറഞ്ഞാട്ടാ. ഇത് ഈ വീട്ടിലെ ചക്കര മുത്താന്നേ, എൻ്റെ പൊന്നോ പഞ്ചാര കൊടുക്കുകയാന്നേ, ഒന്ന് കൊഞ്ചിക്കട്ടെ. പണ്ട് അമ്മച്ചി കൊഞ്ചിച്ചായിരിക്കൂലേ, എന്നാലും ഞാൻ മടിയിൽ പിടിച്ചിരുത്തിയെന്ന് പറയാം. ആ ഞാൻ അമ്മച്ചിയുടെ മടിയിൽ ഇരിക്കുമായിരുന്നു, സൗദിയിൽ നിന്ന് വരുമ്പോഴും ഇരിക്കുമായിരുന്നു. അപ്പൊ ഇനിയും കൊഞ്ചിക്കാന്നേ, നമുക്കൊന്ന് കൊഞ്ചിക്കാന്നേ. വീട്ടിലെ 7ാമത്തെ പുത്രനും ആ 9 മക്കളിൽ ഏറ്റവും കുസൃതി ഉള്ളത്. ഇത് മുന്നേ എന്നെ കൊണ്ടൊക്കെ അപ്പനും അമ്മയൊക്കെ മടുത്തു പോയി കാണുമായിരിക്കും. ഏറ്റവും കൂടുതൽ കുസൃതിയുള്ള സാധനമാണ് ഈ ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ വളരെ മാന്യനായിട്ടിരിക്കുന്ന ഇരിപ്പ് നോക്ക്. ഇപ്പൊ കണ്ട എന്ത് പാവാ. ഉമ്മ വെച്ച് താഴാട്ട് പാടി തൊട്ടിലി കിടത്തി ഉറക്കാൻ തോന്നുന്നു. മുള്ളി വരയ്ക്കും അല്ലതാ വേണ്ടത്, ഒരു ഉമ്മ അങ്ങ് കൊടുക്കണം. ഇതിന്റെ മസാജ് ചെയ്യുവാണോടാ? അവസാനം തല അവിടെ ഉണ്ടോന്ന് നോക്കണട്ടോ ചേട്ടാ. എന്റെ ഉമ്മ എടുത്താടാ. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സപ്പോർട്ട് ചെയ്യുന്ന കുടിക്കാനാ കേട്ടോ. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പായസം കുടിച്ച് നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. ചേട്ടനെ കാണിക്കാം. ഉടുപ്പില്ലാത്ത ചേട്ടൻ്റെ സ്റ്റീൽ ബോഡി, കുടം പോലുള്ള സ്റ്റീൽ ബോഡി, സ്റ്റീൽ കുടം. പാവൻ ചേട്ടനെ നമുക്ക് ട്രോളാം. കുടിക്കോ? ഓ അത് പറയാൻ നോക്കിയിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ മനുഷ്യ കൊടുത്താൽ കുടിക്കൂലാത്ത ഒരുത്തനാ. വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു. പറയാതെ അറിയാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ.
ഒരു വാക്കും മിണ്ടാതെ നീ പോയതേ. പായസ സേമിയ വിരലിലേക്ക് വന്നു വീണു. നൂഡിൽസ് പോലെ ചേട്ടൻ അതെടുത്ത് കഴിച്ചു. അപ്പോൾ നമ്മൾ പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻസൂട്ടന് 20-ാം തീയതി പരീക്ഷയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം. ആൻസൂട്ടന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പാവം പിടിച്ച് കൊച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് വായിച്ച് പഠിക്കുക ചെയ്യുന്നത്. ശരിക്കും സങ്കടം വരും കേട്ടോ, എനിക്ക് പാവം തോന്നും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയും ഒക്കെ ആയിട്ട് വീണ്ടും.